കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങൾ വന്നതോടെ സാധാരണക്കാരനെ കൂടുതൽ ആകർഷിച്ചതിലൊന്ന് മുദ്രാ വായ്പാ പരിധി ഉയർത്തിയതാണ്. 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം. തീരുമാനം ചെറുകിട വ്യവസായങ്ങൾക്ക് ഇത് എങ്ങനെ ഗുണകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. Mudra loans. The limit of Mudra loans will be enhanced to 20 lakh from the current 10 lakh for those entrepreneurs who have availed and successfully repaid previous loans under the Tarun category. Enhanced scope for mandatory onboarding in TReDS. For facilitating MSMEs to unlock their working capital by converting their trade receivables into cash, I propose to reduce the turnover threshold of buyers for mandatory onboarding on the TReDS platform from rupees 500 crore to 250 crore rupees. This measure will bring 22 more CPSCs and 7,000 more companies onto the platform. നിലവിൽ 10 ലക്ഷം രൂപ വരെയാണ് മുദ്രാ വായ്പയിലെ തരുൺ വഴി നൽകുന്ന പരമാവധി വായ്പ. ചെറുകിട സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്ക് ലളിതമായ വ്യവസ്ഥകളിൽ നൽകുന്ന മുദ്രാ വായ്പകളുടെ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞത്. തീരുമാനം ചെറുകിട മേഖലകളിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുവാനും വഴിവെക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതുകൂടാതെ യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങാൻ 100 കോടി രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകാൻ പ്രത്യേക ഗ്യാരണ്ടി ഫണ്ട് ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും പ്രതീക്ഷ നൽകുന്നതാണ്. 100 നഗരങ്ങളിൽ നിക്ഷേപ സൗഹൃദ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പ്രോത്സാഹിപ്പിക്കും. വ്യവസായ മേഖലയിലെ ജീവനക്കാർക്കായി ഡോർമിറ്ററി മോഡൽ താമസ സൗകര്യങ്ങൾ ഒരുക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാവും ഇത് നടപ്പിലാക്കുക. അടുത്ത 5 വർഷം കൊണ്ട് രാജ്യത്തെ 500 മുൻനിര കമ്പനികളിൽ 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരം നൽകുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. സമകാലിക മലയാളം ന്യൂസ് ഡെസ്ക്.